റോസ്ക ഞാൻ ഇൻട്രോ പറഞ്ഞിട്ട് ദേ ഹായ് ആം സാല് നമ്മൾ പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പളേ നമ്മളൊന്ന് പോകുന്നത് സലാലയിലെ ഇവിടുത്തെ ഒരു മലമുകളിലേക്കാണ്. ഇപ്പൊ ഇവിടുത്തെ ജബലൊക്കെ നല്ല മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല പച്ചപ്പായി നിൽക്കുന്നുണ്ട്. ഇതിനു മുന്നേ ഞങ്ങൾ പോയ സമയത്ത് അവിടെ അങ്ങനെ ആ ഒരു പച്ചപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ സലാലയുടെ ആ ഒരു എന്താ പറയാ ഭംഗി നിറഞ്ഞ് ഒഴുകി നിൽക്കുന്ന ജബലിലാണ് ഇപ്പൊ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോ നമ്മൾ ആദ്യമായിട്ടാണ് ഇപ്പോ പോകുന്നത്. ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിരുന്നു. അപ്പോ ജസ്റ്റ് അവിടെ ഒന്ന് പോവാണ്. അപ്പൊ ഇന്ന് രാവിലെ തന്നെ ഞാനും ഫിറോസ്കയും കൂടെ അവള് വെറുതെ അല്ല പോകുന്നത്. അവള് എന്താ ഇന്നിപ്പോ നാസ്ത കഴിക്കാന്ന് വിചാരിച്ചു. നാസ്ത കഴിക്കാന്ന് വിചാരിച്ചു. കുറച്ച് പുട്ടുണ്ടാക്കി നേരെ വീട്ടിൽ നിന്ന് അത് കൊടുത്തു. രണ്ട് പഴവും മേടിച്ച് അങ്ങോട്ട് പോവാം. ജബലിൽ പോകുന്നത്. പഴവും പുട്ടും നമ്മുടെ ജബലും സൗന്ദര്യവും അത് കണ്ടോക്കാം. ഈ മതിലിനപ്പുറത്ത് കാണുന്നത് ഇവിടുത്തെ ഒരു പാലസ് ആണ്. ബഹ്റൈനിലെ രാജാവ് ഇവിടെ കുറച്ചു മുന്നേ വിസിറ്റ് ചെയ്യാൻ വന്ന സമയത്ത് ഇവിടെയാണ് അദ്ദേഹം സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ യാത്രയിൽ ഇവിടുത്തെ 2 ടൂറിസ്റ്റ് പ്ലേസ് കവർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഒന്ന് ഐൻ ഹംറാൻ ആണ്, ജബലും ഒരു ചെറിയ കുളവും ചെറിയൊരു വാട്ടർഫാളൊക്കെ ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ്. പിന്നെ 2 അയിനത്തും വാട്ടർഫാൾ ആണ്. പോകുന്ന വഴി വണ്ടിയിൽ പെട്രോൾ അടിക്കാനായിട്ട് പമ്പിൽ കയറിയതാണ്. നമ്മളെ ഫ്രണ്ടിൽ കിടക്കുന്ന ഒരു ബഹ്റൈൻ വണ്ടിയാണ് കേട്ടോ. ഒരു സലാലയില് ഈ ഖരീഫ് കാണാനും ആഘോഷിക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ആളുകളാണ്. ഫസ്റ്റ് നമ്മൾ പോകുന്നത് ഐൻ ഹംറാനിലേക്കാണ്. സലാലയിൽ നിന്ന് താക്കയിലേക്ക് പോകുന്ന റൂട്ടിലായിട്ടാണ് ഐൻ ഹംറാൻ എന്ന് പറയുന്ന ടൂറിസ്റ്റ് പ്ലേസ് ഉള്ളത്. ഇവിടുത്തെ രാജാവിന്റെ പേഴ്സണൽ തോട്ടായിരുന്നു. ഇപ്പൊ എല്ലാവർക്കും കൂടി കാണാനുള്ള ഇതൊക്കെ കാണിച്ചു തുടങ്ങി. എല്ലാവിധ ഫ്രൂട്ട്സുകളും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ആദ്യം നമുക്ക് കാണാനുള്ള അനുമതി ഉണ്ടായില്ല. എല്ലാവരും രാവിലെ കിടന്നുറങ്ങുമ്പോ ഞങ്ങള് ഇടും. രാവിലെ എത്തി ഇവിടുത്തെ തണുപ്പും. ഇതാണ് ഐൻ ഹംറാനിലേക്ക് പോകുന്ന വഴി. മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ റോഡിന്റെ 2 സൈഡിലായിട്ട് നല്ല പച്ച പുല്ലൊക്കെ നിറഞ്ഞ ഒരു പ്രത്യേക ഭംഗിയായിട്ടാണ് ഇപ്പൊ ഈ സ്ഥലമുള്ളത്. മാത്രമല്ല നല്ല കോടയൊക്കെ ആയിട്ട് ഒരു നല്ല കാലാവസ്ഥയാണ് ഇപ്പൊ ഇവിടെ. കാണാൻ തന്നെ വളരെ ഭംഗിയാണ്. ഇതിനു മുന്നേ ഞങ്ങളിവിടെ വന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നില്ല. ഇത്ര പച്ചപ്പൊന്നും ഉണ്ടായില്ല. മൊത്തത്തില് ഉണങ്ങി കിടക്കായിരുന്നു. ഇവിടെ 3 ക്ലൈമറ്റ് ആയിട്ടാണ് ജബൽ ഉണ്ടാവുക. ഒന്ന് ഖരീഫ് സമയത്ത് മഴയൊക്കെ പെയ്ത് ഇങ്ങനെ പച്ചപ്പായിട്ട് കിടക്കുന്ന ജബലാണ്. രണ്ടാമത്തത് ഇനി കുറച്ച് കഴിയുമ്പോൾ മഴയൊക്കെ മാറുമ്പോൾ ഇതെല്ലാം ഉണങ്ങി ഒരു ഗോൾഡൻ കളറിലായിട്ട് കിടക്കും. അതും ഒരു പ്രത്യേക ഭംഗിയാണെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഞാനത് കണ്ടിട്ടില്ല. പിന്നെ മൂന്നാമത്തെ ക്ലൈമറ്റ് അതും പോയി വെറും പാറയായിട്ടാണ് ജബൽ ഉണ്ടാവുക. ആ ഒരു ടൈമിലാണ് കഴിഞ്ഞ തവണ ഞങ്ങളിവിടെ വന്നത്. അങ്ങനെ ഞങ്ങൾ ഐൻ ഹംറാനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ വളരെ നല്ല ക്ലൈമറ്റ് ആയിട്ടാണുള്ളത്. ജബലൊക്കെ കണ്ടില്ലേ, നല്ല കോടയൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടാണ് കിടക്കുന്നത്. ഇവിടെ നമ്മൾ കേറുന്ന എൻട്രൻസിൽ തന്നെ നമ്മൾ സ്വീകരിക്കാൻ നിൽക്കുന്ന ഈ മരം കണ്ടോ, കടച്ചക്കയാണ് കേട്ടോ അത്. ജബലൊക്കെ വളരെ നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ കൂടെ ചെറിയ മഴ പെയ്യുന്നുണ്ട്. ഇങ്ങോട്ട് കേറുന്ന എൻട്രൻസിൽ തന്നെ ഇങ്ങനെ ഒരു കനാൽ ഒഴുകുന്നുണ്ട്. അത് എവിടെ നിന്ന് വരുന്ന വെള്ളമാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു കുളം ഉണ്ട്, അത് കാണിച്ചു തരാം കേട്ടോ. നീന്താനൊന്നും വെള്ളമൊന്നും പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ആ പറഞ്ഞ കുളം. ഇതങ്ങനെ നീന്താനോ ഇറങ്ങാനൊന്നും പറ്റിയൊരു കുളമൊന്നുമല്ല. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള വെള്ളം ഈ കനാല് വഴി അങ്ങോട്ട് പോവും. അപ്പൊ ഇതൊന്നും അറിയില്ല, ഈ ഒരു ലിമിറ്റ് വിട്ടിട്ട് ഇതിൻ്റെ അകത്ത് വെള്ളം അറിയില്ല. ഞാൻ എൻട്രൻസിൽ കാണിച്ചു തന്ന ആ കനാലിലേക്ക് ഈ കുളത്തിൽ നിന്നാണ് വെള്ളം പോകുന്നത്. ഇതിൻ്റെ അകത്ത് നിറയുന്ന വെള്ളം ആ കനാല് വഴിയാണ് അങ്ങോട്ട് പോകുന്നത്. ഇതിൻ്റെ അകത്ത് ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ട്. അവിടെ ആ കുളത്തിന്റെ അടുത്ത് നിൽക്കുന്ന മരത്തുമെന്ന് വീണൊരു മരത്തടിയാണ്. അപ്പൊ അവരൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ടാണ്. ഇവരിവിടുത്തെ ബൽദിയുടെ ആൾക്കാരാണ്. ഇവരാണ് ഇവിടെ ഫുള്ള് വൃത്തിയാക്കി ഇങ്ങനെ നല്ല നീറ്റാക്കി നമ്മള് സന്ദർശകർക്ക്, ഇവിടെ വരുന്ന യാത്രക്കാർക്ക് ഇത്രയും ഭംഗിയിൽ ഇതിവിടെ കാണാനായിട്ട് പറ്റുന്നതിൽ ഇവർക്കും നല്ലൊരു പങ്കുണ്ട്. കാരണം ഇവിടെ വരുന്ന ആൾ, ഇപ്പൊ നമ്മളൊക്കെ വന്നു പോയാലും ഇവിടെ വല്ല കച്ചറോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ആരും ഇടാണ്ടിരിക്കാൻ ശ്രമിക്കുക. ഇവരാണ് ഇത് ഫുള്ള് വൃത്തിയാക്കി നല്ല ഇതിനെ നീറ്റാക്കി ഇവിടെ കൊണ്ടു നടക്കുന്നത്. പിന്നെ ഇവിടെ ചെറിയൊരു വാട്ടർഫാളും ഉണ്ട്, നമുക്ക് കാണിച്ചു തരാം കേട്ടോ.
അപ്പേ നമ്മളിവിടെ വന്നപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ചെറിയൊരു വാട്ടർഫാൾ കണ്ടു. വലിയ വാട്ടർഫാൾ ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മൾ കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് കളിക്കാനും അതുപോലെ നമുക്കാണെങ്കിലും കണ്ട് ആസ്വദിക്കാനും കളിക്കാനും ഇറങ്ങാനൊക്കെ പറ്റിയ കംഫർട്ടായിട്ടുള്ള നല്ലൊരു ചെറിയൊരു വാട്ടർഫാൾ ഇവിടെ ഉണ്ട് കേട്ടോ. കാണിച്ചു തരാം. ഭയങ്കര എന്താ പറയാ, അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിലാണ് ടൈപ്പ് ഇവിടുത്തെ ഒരു കാലാവസ്ഥ. കാരണം ഞങ്ങള് കുറച്ച് മുന്നേ, എനിക്ക് തോന്നുന്നു ഒരു 4 മാസം മുന്നേ ആയിരിക്കും ഞങ്ങളിവിടെ വന്നത്. അന്ന് ഇവിടെ ഫുള്ള് എന്താ പറയാ, പച്ചപ്പിന്റെ ഒരു മരം പോലും ഒരു പക്ഷെ കാണാൻ ബുദ്ധിമുട്ടായിരുന്നു. ആ തരത്തിൽ ഉണങ്ങി നിന്നിരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോഴത്തെ ഇവിടുത്തെ ഭംഗി എന്താ പറയാ, വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇവിടെ നിന്ന് ഒഴുകി വരുന്ന ഈ വെള്ളമാണ് അവിടെ ചെറിയ വാട്ടർഫാൾ ആയിട്ട് അങ്ങോട്ട് വീഴുന്നത്. ഇതാണ് അപ്പോൾ ഇവിടുത്തെ ജബലിൻ്റെ ഒരു ക്ലൈമറ്റ്. കോടൊക്കെ നിറഞ്ഞിട്ട് നമുക്ക് അപ്പുറത്തോട്ട് ശരിക്കും കാണാൻ തന്നെ പറ്റുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഇനി നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനായ അയനത്തും വാട്ടർഫാളിലോട്ടാണ് ഇനി പോകുന്നത്. പോകുന്ന വഴി ജബലിൻ്റെ മുകളിൽ ഒരു കാരവൻ കിടക്കുന്ന കണ്ടിട്ടോ. ഇതൊരു ടൂറിസ്റ്റുകൾ എവിടെ നിന്ന് വന്നിട്ടുള്ളതാണ്. ഇവിടെ അയനത്തും വാട്ടർഫാളിലോട്ടുള്ള സൈൻ ബോർഡ് കാണാം. നമ്മളപ്പോൾ ഏകദേശം അങ്ങോട്ട് എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. നല്ല ഒരു സ്ഥലം കണ്ടപ്പോൾ നമ്മൾ വണ്ടി ഒതുക്കിയതാണ്. പോകുന്ന വഴി നല്ലൊരു ഗ്യാപ്പ് കണ്ടപ്പോൾ പിന്നെ നല്ല ഭംഗിയായിട്ട് നമ്മളെ ജബലിലൂടെ ഇങ്ങനെ നല്ല പച്ചപ്പായിട്ട് ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പോൾ ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫിറോസ്ക ഭക്ഷണം കഴിക്കൽ തുടങ്ങി. അപ്പോൾ ഞാൻ എന്തായാലും കഴിക്കട്ടെ. ജബല്, പുട്ട്, പഴം സൂപ്പറാണ്. ഭക്ഷണം കഴിക്കുന്ന വീഡിയോ എനിക്കിവിടെ എടുക്കാനായിട്ട് പറ്റിയില്ല. ഇവിടെ ഭക്ഷണം വെച്ചാൽ അധികം നേരം നിൽക്കാനായിട്ട് പറ്റില്ല, ഭയങ്കരമായിട്ട് ഈച്ച വരും. അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മളെ യാത്ര തുടരുകയാണ്. അതിനകത്തും വാട്ടർഫാളിലോട്ട് പോകുന്ന റോഡിന്റെ വ്യൂ കണ്ടോ. നമ്മളെ ബന്ദിപ്പൂർ ടൈർ റിസർവ് കയറി ഊട്ടിലോട്ട് പോകുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. ശരിക്കും അങ്ങനത്തെ ഒരു ഫീലായിരുന്നു കേട്ടോ. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് സലാലയും നമ്മളെ നാടും തമ്മിൽ ഒരു മാറ്റം ഇല്ല എന്ന് എല്ലാവരും പറയുന്നതിൻ്റെ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെ നമ്മൾ അതിനകത്തും വാട്ടർഫാളിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന വണ്ടിയൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് തന്നെ ഉള്ളതാണ്. വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നടക്കാം. ഇങ്ങോട്ട് കയറുന്ന എൻട്രൻസിലായിട്ട് ചോളൊക്കെ വിൽക്കുന്ന ചെറിയൊരു ഷോപ്പും അതേപോലെ തന്നെ ഐസ്ക്രീമും മറ്റു സാധനങ്ങളൊക്കെ ആയിട്ടുള്ള ചെറിയൊരു ഷോപ്പ് കൂടെ കാണാം. ഈ വഴിയിലൂടെ കുറച്ച് നടന്നിട്ട് വേണം നമുക്ക് വാട്ടർഫാളിലോട്ട് എത്താനായിട്ട്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അങ്ങനെ നടക്കുന്ന വഴി നമ്മൾ ഒരു കോഫി ഷോപ്പിന്റെ ബോർഡ് കണ്ടു. അപ്പോൾ ഈ കോഫി ഷോപ്പ് ചിലപ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടാവും, നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ അയനത്തും വാട്ടർഫാളിലേക്ക് എത്തിയിട്ടുണ്ട്. നീന്താനൊന്നും ഇറങ്ങരുതെന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അയനത്തും വാട്ടർഫാൾ. ഇവിടെ ഇത്തവണ വെള്ളം കുറവാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ സലാലയിൽ ഖരീഫ് മഴ പെയ്യാനായിട്ട് ലേറ്റായി. അതേപോലെ തന്നെ പെയ്ത മഴ അത്രയ്ക്ക് അങ്ങോട്ട് ശക്തമായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പൊതുവെ എല്ലാ വാട്ടർഫാളിലും കുറച്ച് വെള്ളം കുറവായിരുന്നു. പിന്നെ അതിനുശേഷം ന്യൂനമർദ്ദത്തെ തുടർന്ന് മഴ 2 ദിവസം കുറച്ച് ശക്തിയായിട്ട് പെയ്തിരുന്നു. അതിനുശേഷമാണ് പിന്നെ ഇവിടുത്തെ വാട്ടർഫാൾസ് ഒക്കെ അത്യാവശ്യം ആക്റ്റീവ് ആയത്. ഞങ്ങളിവിടെ വന്നപ്പോഴേക്കും ഇവിടെ വീണ്ടും വെള്ളം കുറച്ച് കുറഞ്ഞിരുന്നു. വെള്ളം കുറച്ച് കുറവായിരുന്നെങ്കിലും ഈ സ്ഥലത്തിന്റെ ഭംഗിക്ക് ഒട്ടും കുറവ് തന്നെ ഇല്ല. ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഈ സ്ഥലത്തിനുള്ളത്. നമ്മൾ ഇന്ന് വന്ന ഈ 2 സ്ഥലത്തിനും ഒരു പ്രത്യേകത ഉണ്ട്. ഈ സ്ഥലത്തിന് അയനത്തും വാട്ടർഫാൾ എന്നും നമ്മൾ ആദ്യം പോയ സ്ഥലത്തിന് ഐൻഹംറാൻ എന്ന പേരും വരാനായിട്ട് കാരണം ഈ 2 സ്ഥലവും മുകളിൽ നിന്ന് നോക്കിയാൽ ഒരു കണ്ണിന്റെ ആകൃതിയിലാണുള്ളത്. അതുകൊണ്ടാണ് അയനത്തും ഐൻഹംറാൻ എന്ന പേര് വന്നിട്ടുള്ളത്. ഒരു പ്രത്യേക ആകൃതിയിലാണ് ഇവിടുത്തെ ഈ പാറയൊക്കെ അങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ ഒലിച്ച് നിൽക്കുന്ന പോലത്തെ, വീഴും എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ ഒലിച്ച് നിൽക്കുന്ന രീതിയിലാണ് ആ പാറയൊക്കെ അവിടെ നിൽക്കുന്നത്. അതേപോലെ ഈ വാട്ടർഫാളിന്റെ സൈഡിലായിട്ട് ഇവിടെ ഒരു ചെറിയ കോഫി ഷോപ്പ് ഉണ്ട്. ഇതിന്റെ ബോർഡാണ് നമ്മൾ നേരത്തെ അവിടെ നിന്ന് എൻട്രൻസിൽ കണ്ടത്.
അതേപോലെ തന്നെ ഇവിടെ ഈ പാറകൾക്കുള്ളിലായിട്ട് ഒരു മജിലിസിന്റെ സെറ്റപ്പിൽ ഇരിക്കാനുള്ള ആ ഒരു സൗകര്യം ഇതിന്റെ ഉള്ളിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാൻ വേറൊരു ഭംഗി തന്നെയായിരുന്നു. കാരണം അതൊരു പാറയുടെ ഒരു ഉള്ളിലായിട്ടാണ് അതങ്ങനെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ വാട്ടർഫാൾ എല്ലാം ആസ്വദിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഇനി ഇവിടുന്ന് തിരിച്ചിറങ്ങാണ്. അപ്പൊ ഇറങ്ങുന്ന വഴി ഇങ്ങനെ ഉള്ളിലോട്ട് ചെറിയൊരു വഴി പോലെ ഇങ്ങനെ കണ്ടപ്പോ അങ്ങോട്ടൊന്ന് കയറി നോക്കിയതാണ്. അപ്പൊ അവിടെ ഒരു പൂ നിൽക്കുന്നതായിട്ട് കണ്ടു. ഈ പൂ ഇപ്പൊ ഇവിടെ സീസൺ ആയിട്ട് വിരിഞ്ഞേക്കണാണ്. വാത്സല്യം എന്ന് പറഞ്ഞിട്ട് ഈ പൂവിനെ പറയാ. ഇതിപ്പോ ഇവിടെ ഫുള്ളായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. ഈ പൂവാണ് ഒരു ഭാഗത്ത് ഫുള്ള്. അങ്ങനെ കുറച്ചു നേരം പൂവൊക്കെ നോക്കിയതിനു ശേഷം പിന്നെ നമ്മൾ ഇവിടെ നിന്ന് വീണ്ടും പുറത്തോട്ട് നടക്കാണ്. ഈ കാണുന്ന ഒരു മരുന്നാണ് കേട്ടോ. ചെവി വേദനക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മരുന്നാണിത്. ഈ വള്ളി പോലെ കാണുന്നത് കാലുവേദന, മുട്ടുവേദനയ്ക്കും അതുപോലെ ചെവി വേദനയ്ക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് കേട്ടത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും കുറച്ച് നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.